സുന്നത്തുകൾ മൊഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഥമ അഭിസംബോധിത വിഭാഗമായ സഹാബ കിറാമുകൾ എങ്ങനെ സ്വീകരിച്ചുവോ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ഈ രീതിയിൽ നിന്ന് തെറ്റി സഹാബത്തിൻ്റെ ഫഹമും സഹാബത്തിൻ്റെ നഹ്ജും അതിൽ നിന്ന് തെറ്റിക്കൊണ്ടുള്ളതായ സുന്നത്തിനെ സമീപിക്കുന്ന രീതി എന്ന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം മുസ്ലിമീങ്ങൾക്ക് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ വന്നു, ഷിയാക്കൾ വന്നു, മുഅ്തസിലികൾ വന്നു, ജഹ്മികൾ വന്നു. അങ്ങനെ ഇസ്ലാമിൽ കുറേ കക്ഷികൾ വന്നു. സുന്നത്തിൻ്റെ വിഷയത്തിൽ കടുത്ത വീഴ്ചയാണ് അവർക്കെല്ലാം സംഭവിച്ചത്. ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിനെ സേവിക്കുവാൻ എന്ന ഭാഷ്യത്തിൽ വന്നു. അവർ ശത്രുക്കളായിരുന്നു, അന്യമതക്കാരായിരുന്നു. അവർ വിതച്ച വിപത്ത്, അഖ്ലാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്റലക്ച്വൽ മൂവ്മെന്റിന്റെ ആളുകൾ ഓറിയന്റലിസ്റ്റുകളുടെ മേശപ്പുറത്ത് നിന്ന് ദീൻ പഠിച്ച് അത് പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഈ ഭൗതികന്മാർ സൃഷ്ടിച്ച മുസീബത്തുകൾ ഓറിയന്റലിസ്റ്റുകൾ സൃഷ്ടിച്ചതിനേക്കാൾ വിപൽക്കരമായിരുന്നു, അപകടകരമായിരുന്നു. സുന്നത്ത് അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടു. പ്രാമാണികതയെ നിഷേധിക്കുന്ന പ്രവണതകളുണ്ടായി. അങ്ങനെയുള്ള രചനകളെമ്പാടും വെളിച്ചം കാണുകയുണ്ടായി. വേണ്ട ബോധമില്ലാതെ, ജ്ഞാനം വിഷയങ്ങളിലില്ലാതെ പലരും തൂലികയുമായി എടുത്തുചാടി, പലരും പ്രഭാഷണങ്ങളുമായി തെരുവ് ചുറ്റി. ഫലമായി ഉണ്ടായതോ ശത്രുക്കൾ, സുന്നത്തിൻ്റെ വിരോധികൾ സൃഷ്ടിച്ച വിപത്തിനേക്കാൾ വലിയ വിപത്തുകൾ, മുസീബത്തുകൾ അവർ വിതച്ചു എന്നുള്ളതാണ്. ചരിത്രം നമുക്കറിയാമല്ലോ. ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ ഹദീസ് നിഷേധം കൊണ്ടുവന്ന ഗുലാം അഹമ്മദ് പർവേസും ഗുലാം അൽ ജീലാനിയും ഹദീസ് നിഷേധത്തിൻ്റെ മൂർത്തരൂപങ്ങളായിരുന്നു. ഇവർക്കെതിരിൽ തൂലിക ഏന്തിയവരിൽ പെട്ടവരായിരുന്നു സയ്യിദ് അബുൽ ആല മൗദൂദിയെ പോലുള്ളവർ. മറുപടി എഴുതി. എന്താണ് ഉണ്ടായത്? മൗദൂദി സാഹിബ് എഴുതിയ മറുപടിക്ക് മറുപടിയായി ചെറുതും വലുതുമായ 110ഓളം മറുപടി രചനകൾ മൗദൂദി സാഹിബിനെതിരിലുണ്ടായി എന്നുള്ളതാണ്. കേരളക്കരയുടെയും ഭാഷ്യം മറ്റൊന്നല്ല. പലരും ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയുന്നവരായി വേഷം ധരിച്ചു. ഈ ആളുകൾ ഉണ്ടാക്കിയ മുസീബത്താണ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഹദീസുകളെ പരിഹസിക്കുന്ന, ഹദീസുകളെ പുച്ഛിക്കുന്ന, തൊള്ള തുറന്നാൽ ഹദീസുകൾ ഉദ്ധരിച്ച് ചിരിച്ച് അതുകൊണ്ട് മിമിക്രിയും മോണാക്റ്റും അവതരിപ്പിക്കുന്ന പ്രഭാഷകന്മാർ, പ്രബോധകന്മാരാണ് വ്യതിയാനത്തിൻ്റെ മേഖലകളിൽ ഇന്ന് വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, സഹീഹുൽ ബുഖാരിയിൽ 60ഓളം ഹദീസുകൾ ദുർബലമായി കണ്ടെത്തപ്പെടുകയും വാറോലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായ പ്രബോധകന്മാർ തങ്ങൾക്ക് എവിടെയാണ് വ്യതിയാനം എന്നവർ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ്. ഇതിൽ പരം വ്യതിയാനത്തിന് നിങ്ങൾക്ക് ഇനി എന്തു വേണം? സാധാരണക്കാരൻ്റെ കാൽ കീഴിലേക്ക് സഹിഹായി സ്ഥിരപ്പെട്ട ഹദീസുകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയും യഥേഷ്ടം ചവിട്ടുമെതിക്കുവാൻ പ്രബോധകന്മാർ തങ്ങളുടെ പ്രഭാഷണ വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യതിയാനത്തിൻ്റെ തെളിവുകൾ വേറെ എന്തന്വേഷിക്കണം? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനികും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിന്റെ വചനങ്ങളെ, അള്ളാഹുവിന്റെ തിരുദൂതനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, ഒഴിവുകഴിവുകൾ ഇനി നിങ്ങൾ നിരത്തേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ വിശ്വാസത്തിനപ്പുറം നിങ്ങൾ കുഫറിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും പരിഹസിക്കുന്ന രീതിയിൽ ഏതാനും വാക്കുകൾ ഉരവിട്ട മുനാഫിക്കുകളുടെ വിഷയത്തിലാണ്. എങ്കിൽ ഇത്തരത്തിലുള്ളതായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നടക്കുന്ന വിഷയത്തിൽ എന്താണ് പറയുവാനുള്ളത്? ഇൽമു ദിറായയും ഇൽമു റിവായയും സനദിനെ അടിസ്ഥാനപ്പെടുത്തി, പരമ്പരകളെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യന്മാർ ഹദീസ് പഠിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഹദീസിന്റെ ഉള്ളടക്കം നോക്കി ഹദീസ് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇൽമുദ്ദിറായ. അതിൽ പിന്നെ മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾ അഥവാ അഖ്ബാർ ആഹദ്, ഖബറുൽ വാഹിദ്, ഈ ഹദീസുകൾ തെളിവിന് കൊള്ളുകയില്ല എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ആരുടെ വാദമാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വാദമല്ല, ഖവാരിജുകളുടെയും മുഅ്തസിലിയത്തിന്റെയും ഒക്കെ വാദമല്ല. ഇമാം ഇബ്നുൽ ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖബറുൽ വാഹിദ്, അഖ്ബാറുൽ ആഹാദ് തെളിവിന് പറ്റുകയില്ല എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞിട്ടില്ല. ഖവാരിജുകളോ മുഅ്തസിലികളോ തുടങ്ങിയ പിഴച്ച കക്ഷികളും പറഞ്ഞിട്ടില്ല. ഒരു നൂറ്റാണ്ടിന് ശേഷം മുഅ്തസിലി വിഭാഗത്തിലെ ചില ആളുകളാണ് അത് ആദ്യമായി പറഞ്ഞത്. ആദ്യ നൂറ്റാണ്ടുകളിൽ വന്നതായ പിഴച്ച കക്ഷികൾക്ക് പോലും ഖബർ ആഹാദ് പ്രമാണത്തിന് കൊള്ളാവുകയില്ല എന്ന വാദമില്ല എന്ന് ഇമാം ഇബ്നു ഹസം പറഞ്ഞു. മുഴുവൻ പിഴച്ച കക്ഷികളെയും തങ്ങളുടെ ബാക്കിലാക്കിക്കൊണ്ടാണ് ഖബർ ആഹാദ് തെളിവിന് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വാദമേ അതല്ല എന്നുള്ളത് കട്ടായമാണ്. ആദ്യകാലത്ത് പിഴച്ചുപോയ കക്ഷികൾക്ക് പോലും ആ വാദമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് വന്ന മുഅ്തസിലികളിൽ ചില ആളുകൾക്കാണ് ആ വാദമുണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പം നോക്കൂ നിങ്ങൾ, പിഴച്ചുപോയ കക്ഷികളെക്കാൾ വലിയ അപകടങ്ങൾ പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇൽമുദ്ദിറായയുടെ പേരിൽ ഉള്ളടക്കം നോക്കി ഹദീസുകളെ തള്ളുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായ സ്വഭാവം കണ്ടുകൊണ്ടിരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഒന്നിലധികം തവണ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസ് സുനനുകളിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒന്നിലധികം തവണയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഈ ഹദീസിനെ കുറിച്ച് കേരളത്തിലെ ഹദീസ് നിഷേധികളെ കൈകാര്യം ചെയ്ത് ലേഖനം എഴുതിയ പ്രബോധനക്കാരനായ പ്രബോധനം വാരികയുടെ എഴുത്തുകാരനായ ഒ അബ്ദുറഹ്മാൻ സാഹിബ് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ, പൊട്ടൻ കഥ എന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ പലതവണ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസിനെ കുറിച്ച് പൊട്ടൻ കഥ എന്ന് പറയാൻ അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ, അദ്ദേഹത്തിന് പ്രചോദനമായത് ഈ ഇൽമുദ്ദിറായയാണ്. ഇൽമുദ്ദിറായയുണ്ട്, പക്ഷേ അതിനെ തലകീഴായി നിർത്തിക്കൊണ്ടാണ് പലരും ചുവടുവെപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളത്. ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വചനം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വകുല്ലു മൻ ഖാല ബിറഅയിഹി വദൗഖിഹി വസിയാസതിഹി മഅ വുജൂദി النص ഔ ആറദ النص بالمعقول فقد ضاح ابليس حيث لم يسلم لامر ربه بل قال انا خير منه خلقتني من نار وخلقته من طين. പ്രമാണം സ്ഥിരപ്പെട്ടു. സഹിയായി സ്ഥിരപ്പെട്ട പ്രമാണം എൻ്റെ അഭിപ്രായത്തിനും എൻ്റെ അഭിരുചിക്കും എൻ്റെ രാഷ്ട്രീയ മീമാംസക്കും യോജിക്കുന്നില്ല എന്ന് പറയുന്നവൻ, ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ കശക്കി എതിരിട്ട് നിൽക്കുന്നവൻ, ഫഖദ് ദ്വാഹ ഇബ്ലീസ്, അവൻ ഇബ്ലീസിനോട് തുല്യപ്പെട്ടിരിക്കുന്നു. അവൻ ആ കക്ഷിയിലാണ്. കാരണം എന്താ? ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറും മിൻ, ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയോ, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ ഖീൽ, ആദമിനെ നീ തീ കൊണ്ടാണ് പടച്ചത്, എന്നെ നീ തീ കൊണ്ടാണ് പടച്ചത്, ആദമിനെ നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്. അതുകൊണ്ട് ഞാൻ ഈ ആദമിന് സുജൂദ് ചെയ്യുകയോ എന്ന ബുദ്ധി ഉപയോഗിച്ച്, അഭിരുചി ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയെ മാറ്റിവെച്ചു ഇബ്ലീസ്. ഈ ഒരു സ്വഭാവം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം ഇബ്ലീസിൻ്റെ തുല്യക്കാരാണ് എന്നാണ് ഇമാമുൻ ഹുമ ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹിമഹുള്ള നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. സമയം അതിക്രമിച്ചു, ഞാൻ ഉപസംഹരിക്കുകയാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റഹമാത്തുകൾ, ബറകാത്തുകൾ, നഫഹാത്തുകൾ നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ.
വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.